വനിതാ സംവരണ നിയമം, അതായത് നാരി ശക്തി വന്ദൻ അധിനിയം ഉടൻ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഭേദഗതികളോടെ നടപ്പാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കി നിയമം നടപ്പാക്കാനാണ് BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നേരത്തെ പുതിയ സെൻസസ് വരണം എന്ന ഒരു മാനദണ്ഡം ഇതിന് വെച്ചതാണ് ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കുന്നതിന് സാഹചര്യം ഒരുക്കാതിരുന്നത്. അപ്പോൾ അത് മാറ്റുക എന്നതാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്. നിലവിലെ പദ്ധതി പ്രകാരം വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 816 ഉയരും. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 2023 പാസാക്കിയ നിയമമനുസരിച്ച് പുതിയ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷമേ സംവരണം നടപ്പാക്കാവൂ എന്നതായിരുന്നു മാനദണ്ഡം. എന്നാൽ ഇത് വേഗത്തിലാക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നടപ്പ് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കും എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും 3/2 ഭൂരിപക്ഷം ഇതിന് ആവശ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ഇതിനോടകം പ്രാഥമിക ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടെ ബിൽ രാജ്യസഭയിൽ എത്തും എന്നതാണ് സൂചനകൾ. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ ഈ ബിൽ കാത്തിരിക്കുമ്പോഴും നമ്മൾ 2023 ഈ ബിൽ പാസാക്കിയതാണ്. പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഈ ബിൽ പാസാക്കിയതിനു ശേഷം ഇതിപ്പോൾ തന്നെ നടപ്പാക്കണം, ഈ മാനദണ്ഡങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞ കോൺഗ്രസോ CPM ഒന്നും തന്നെ ആ പ്രാതിനിധ്യം തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉറപ്പുവരുത്താൻ തയ്യാറായിട്ടില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 15% താഴെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുത്തിയ സ്ത്രീ സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഇതിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്നത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് KP അഭിലാഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. ഈ വനിതാ സംവരണം ഇല്ലാത്ത സാഹചര്യത്തിൽ വനിതകൾക്ക് എത്രത്തോളം ഇടം നൽകിയിട്ടുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കുന്നത്. എല്ലാവർക്കും അറിയാം, കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകൾ ആണ് ഉള്ളത് എന്നത്. അപ്പോൾ ഈ 140 നിയമസഭാ സീറ്റുകളിൽ 33% സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 46-നും മുകളിലേക്ക് സ്ത്രീകളുടെ ഒരു പരിഗണന ലഭിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ 1/3 സ്ത്രീകളാൽ നിറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് പരിശോധിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം എന്ന് പുരോഗമന ചിന്താഗതിയോടെ പോകുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയാണല്ലോ CPIM. ഈ തെരഞ്ഞെടുപ്പിൽ ആകെ 86 മത്സരാർത്ഥികളെ ആണ് കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കുന്ന CPIM 86 സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ അതിൽ സ്വതന്ത്രരെ അടക്കം മത്സരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ CPIM ശ്രമിക്കുന്നത് എന്നതാണ്. പക്ഷേ അവിടെ ഏറ്റവും ദുഃഖകരമാകുന്ന ഒന്ന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നിരവധിയായ വനിതാ നേതാക്കളുണ്ട്. അതിപ്പോൾ KR ഗൗരിയമ്മയാകട്ടെ, സുശീല ഗോപാലിനെ പോലെയുള്ളവരാകട്ടെ, അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നിരയിൽ പരിശോധിച്ചാൽ ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. PK ശ്രീമതിയെ പോലെയുള്ളവർ, KK ശൈലജയെ പോലെയുള്ളവർ, മന്ത്രി വീണ ജോർജ്, അങ്ങനെയൊക്കെ നിരവധിയായ ആളുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 86 സ്ഥാനാർത്ഥികളിൽ CPIM കേവലം 9 വനിതകളെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത് എന്നതാണ്. അതായത് 33% സംവരണത്തിനു വേണ്ടി രാജ്യം തയ്യാറെടുക്കുമ്പോൾ നിലവിൽ 10% പോലും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പുരോഗമന ആശയങ്ങൾ പറയുന്നവർ എന്നതാണ്. അതിലൊരൽപ്പം വ്യത്യസ്തത പുലർത്തുന്നത് CPI ആണ് എന്നത് എടുത്തു പറയാതെ വയ്യ. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 20%-ഓളം സ്ത്രീകൾക്ക് ഇടം നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇതാ CPIക്ക് നിലവിൽ 25 സ്ഥാനാർത്ഥികൾ ആണ് മത്സര രംഗത്തുള്ളത്. അതിൽ 5 സ്ഥാനാർത്ഥികളെ അവർ മത്സര രംഗത്ത് വനിതകളെ ആണ് ഇറക്കിയിട്ടുള്ളത് എന്നത് തീർച്ചയായും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ആണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടുള്ളത്. LDFന് മറ്റ് ഘടകകക്ഷികൾ കൂടിയുണ്ട്, കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട് എന്നത് നമുക്കറിയാം. അങ്ങനെ LDF എന്ന മുന്നണി
140 സീറ്റുകളിലേക്ക് മത്സരിക്കുമ്പോൾ കേവലം 18 സ്ഥാനാർത്ഥികളെ മാത്രമാണ് വനിതകളായി മത്സര രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അത് ഈ സൂചിപ്പിക്കുന്ന പോലെ 10% എന്ന നിലയിലേക്ക് നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വളരെ, അതായത് സാങ്കേതികമായി സ്ത്രീ സംവരണം, സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ പോലും സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കുന്നത് തുലോം തുച്ഛം എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മുന്നണി എന്നത് UDF ആണ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുകയും ചെയ്യുന്നത്. അവിടെ ഇതാ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 92 സ്ഥാനാർത്ഥികൾ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ 92 സ്ഥാനാർത്ഥികളെ നമുക്കറിയാം, കോൺഗ്രസ് ആണ് UDFിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമതർ ആയിട്ടുള്ള LDF വിമതരെ അടക്കം പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ആണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അംഗബലം കുറച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വനിതകളുടെ എണ്ണം കേവലം 9 എന്നതിലേക്ക് നിൽക്കുന്നു എന്നതാണ്. അവിടെയും 10% മാത്രമാണ് സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു വനിതയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അത് കോൺഗ്രസിൽ നിന്നായിരുന്നു എന്നത് കോൺഗ്രസ് മറന്നു പോകുന്നു എന്നതാണ് നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത്. ആ ഒരു വനിത മാത്രമാണ് നമുക്ക് പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കാനുള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പുരോഗമന ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനും എത്രത്തോളം വനിതകൾക്ക് ഇടം നൽകാൻ പറ്റുന്നുണ്ട് എന്നത് ആണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേവലം 9 സ്ഥാനാർത്ഥികൾ. ഇനി ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോൾ പോലും, അതായത് ഈ വനിതകളുമായി ബന്ധപ്പെട്ട വിവരം ഞാൻ പങ്കുവെക്കുമ്പോൾ പോലും ഒരു വനിതാ സ്ഥാനാർത്ഥി ഒരു വേദിയിലേക്ക് വരുന്ന വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം എന്നതാണ്. പുരുഷന്മാരോട് ഒപ്പം ഇരിക്കുകയും പുരുഷന്മാർക്ക് കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വനിതാ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് അംഗീകരിച്ചു തുടങ്ങിയോ എന്നതാണ്. അവിടെയാണ് രാഷ്ട്രീയ കേരളം വലിയ പ്രബുദ്ധത അവകാശപ്പെടുമ്പോഴും നമ്മൾ എത്രത്തോളം പിന്നിലാണ് പല വിഷയങ്ങളിലും എന്നത് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതായി വരുന്നത്. എന്ന് തന്നെയാണെങ്കിലും മുസ്ലിം ലീഗ് ഇത്തവണ 2 വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ആകെ മത്സരിക്കുന്നത് 27 സീറ്റുകളിൽ ആണ് എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം വനിതകൾക്ക് ഇടം നൽകി എന്നത്. കേവലം 5% എന്ന നിലയിലേക്ക് മാത്രമാണ് ആ പ്രാതിനിധ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ വനിതാ സംവരണം നിയമമായി മാറുമ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിന് മത്സരിക്കേണ്ടി വരുമ്പോൾ അവിടെയും സ്ത്രീകൾക്ക് ഇടം നൽകേണ്ടതായി വരും. 33% സ്ത്രീകൾക്ക് മുന്നണിയുടെ ഭാഗമായി മത്സരിക്കേണ്ടതായി വരും എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും പ്രധാനപ്പെട്ട 3 മുന്നണികൾ UDF, LDF, ഈ 3 മുന്നണികളിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ഉള്ളത് UDFിന് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് BJPയുടെ വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ്. അതായത് BJPക്ക് നിലവിൽ ആകെ ഉള്ളത് 98 സ്ഥാനാർത്ഥികൾ ആണ്. BJPക്ക് 98 സ്ഥാനാർത്ഥികളെയാണ് BJP ആകെ മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ആ മത്സര രംഗത്ത് ഇറക്കുമ്പോൾ അതിൽ വനിതകളുടെ എണ്ണം എന്നത് 14 എന്നതാണ് എടുത്തു പറയേണ്ടത്. കേവലം 14 വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടി. അവിടെയും പെർസെൻറ്റേജ് നോക്കുമ്പോൾ തുലോം തുച്ഛമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJP ആകെ മത്സരിപ്പിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം 17 എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ 3 മുന്നണികൾ LDFും UDFും NDAയും കൂടി ആകെ മത്സരാർത്ഥികൾ ആക്കിയിട്ടുള്ളത് 47 വനിതകളെ മാത്രമാണ്. ഒരു പക്ഷേ വനിതാ സംവരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ആയിരുന്നു കേരളമെങ്കിൽ ഈ 47 അംഗങ്ങൾ കുറഞ്ഞത് നിയമസഭയിൽ ഉണ്ടാകണം. ഇതാണ് കേരളത്തിലെ വനിതകൾക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നൽകുന്ന പരിഗണന. KP അഭിലാഷ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. ഈ പറയുന്ന വാക്കുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആത്മാർത്ഥതയില്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയവും. ഒരു ആത്മാർത്ഥതയും ഇല്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ എന്നത് ആ സ്ഥാനാർത്ഥി പട്ടിക തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ
വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് സാഹചര്യം. ഈ ഘട്ടത്തിൽ തന്നെയാണ് വനിതാ സംവരണ ബിൽ എന്നതിന്റെ ആവശ്യകത രാജ്യത്ത് ശക്തമായി തന്നെ ഉയർന്നു വന്നത്. ആ ബിൽ അവതരിപ്പിച്ചിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതിനൊടുവിലാണ് അത് പാസ്സായത്. അത് പാസ്സായതിനു ശേഷവും ഈ അവകാശ സംരക്ഷണത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ആ ഘട്ടത്തിൽ പോലും, ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല എന്നതാണ് സാഹചര്യം. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും വിവാദങ്ങളും ഒക്കെ വിമർശനങ്ങളും ഒക്കെ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. നോട്ടയ്ക്ക് മാത്രമേ തങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ, സ്ത്രീ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത ഇടങ്ങളിൽ എന്ന പ്രഖ്യാപനം വനിതാ സംഘടനകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനമൊക്കെ അത്തരം പ്രസ്താവനകൾ നടത്തുകയും വലിയ പരിപാടികൾ, പ്രതിഷേധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഭേദഗതിക്കുള്ള നീക്കമാണ് എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഘടകം. അങ്ങനെയാണെങ്കിൽ ഇനിയും വലിയ കാത്തിരിപ്പില്ലാതെ തന്നെ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഡീലിമിറ്റേഷന് ശേഷം വരുമ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് അത് കാത്തിരിക്കാം. സ്ത്രീകൾക്ക് തുല്യ അവകാശം എന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ്. സ്ത്രീകൾക്കെന്ന് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം എന്നത് ഉറപ്പുവരുത്തുന്നതാണ് ഭരണഘടന. ആ തുല്യ അവകാശം ലഭിക്കുക തന്നെ വേണം. അതിനായുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അത് എത്രയും വേഗം അതിന്റെ റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.